പ്രീസിലുള്ള ദൈവമക്കൾ, ഇന്ന് തിങ്കളാഴ്ച വലിയ ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളുടേതായ ബിസിനസ് തൊഴിലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പ്രാർത്ഥനയിലായിരിക്കുക. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടുന്നു, കിടപ്പ് രോഗികളാകുന്നു, ആർക്കും വേണ്ടാത്ത തരത്തിലേക്ക് എത്തുന്നു. അപ്പം ജീവിതം ചെറുതാണ്, മരണം ഉറപ്പാണ്, നിത്യജീവൻ വളരെ വലുതാണ്. നമ്മളുടെ ജീവിതത്തിലേക്ക് തിരക്കുകളിലേക്ക് നമ്മളെ കണ്ണോടിക്കുമ്പോൾ, തിരക്കുകളിലേക്ക് കണ്ണുകൾ ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്നു. ഒന്ന് ചിലപ്പം പ്രയർ ലൈഫായിരിക്കാം, പ്രാർത്ഥനാ ജീവിതമായിരിക്കാം, കുടുംബജീവിതമായിരിക്കാം, വ്യക്തിപരമായ ജീവിതമായിരിക്കാം, ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തതായിരിക്കാം. നമുക്കത് ചിന്തിച്ച് നോക്കിക്കേ, ഈ മേഖലകളിലേക്ക് നമുക്ക് എങ്ങനെ പ്രവേശിക്കാം? ധ്യാനത്തിലൂടെ തന്നെ നീയും ദൈവമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ആലോചന ചോദിച്ചിരിക്കുമ്പോൾ തന്നെ, മക്കളെ, നിങ്ങളിപ്പോൾ ഞാൻ ഇത്തിരി ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ദൈവവേല ചെയ്യാമായിരുന്നു, അവിടെ പോയായിരുന്നു, ഇവിടെ പോയായിരുന്നു. മക്കളെ, നിൻ്റെ അവസ്ഥകളെ ദൈവം അറിയുന്നു, കാണുന്നു. നമുക്കിപ്പോൾ ഒരു പണി ചെയ്യാം. നമുക്ക് അറിയാവുന്ന ഒരു കുറച്ച് പേരെ അങ്ങോട്ട് ഓർത്തി അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ബഥേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദർ ജോസ് തോമസിനെ അനുഗ്രഹിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചേ. ആ ബ്രദറിൻ്റെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കണമേ. ആ മകളിലൂടെ അനേകായിരങ്ങൾ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമില്ലല്ലോ, വിശ്വാസമോടെ പ്രാർത്ഥിച്ചാൽ കാര്യം സാധിക്കും. യെസ്, നിങ്ങൾ അനേകം മക്കൾക്ക്, കുറച്ച് പേർക്ക് അറിയുന്ന കുറച്ച് പേർക്ക് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഈ ഭാവിയായി എനിക്ക് നമ്മുടെ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി. കുറച്ച് ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചേന്നേ, അത്ഭുതങ്ങൾ അടയാളം നിങ്ങളുടെ മേൽ സംഭവിക്കും. പരിശുദ്ധ പരമാദിവേകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാം പരിശുദ്ധ കുർബാനയിലേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ഈശോയ്ക്ക് കൊടുത്തിട്ട് പരിശുദ്ധ പരമാദിവേകാരൻ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവേകാരൻ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.